പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് പറയുന്നത് നിങ്ങളുടെ ഐഫോൺ 12 പ്രോ അതുപോലെ തന്നെ ഐപാഡ് പ്രോയിലൊക്കെ കാണും ഇവിടെ ഒരു ലൈഡാർ സ്കാനിങ് എന്നുള്ള പുതിയ ടെക്നോളജി. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ 3D ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3D ഒബ്ജക്റ്റ് എല്ലാം സ്കാൻ ചെയ്ത് അതിനെ ഒരു 3D മോഡലായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3D ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കിടെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്ലാൻ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ അത് ഒരു 3D മോഡലായി കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ ചെന്നിട്ട് ജസ്റ്റ് ലൈഡാർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ 4 ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് സൈറ്റ് സ്കാൻ, അതുപോലെ തന്നെ 3D സ്കാൻ, ക്യാൻവാസ്, അങ്ങനെ പോളിക്യാം, അങ്ങനെ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. ഞാൻ ഫസ്റ്റ് സൈറ്റ് സ്കാനുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇതിലെ സെറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഡീറ്റെയിലിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാക്സിമം ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു റൂം അതുപോലത്തെ സ്കാൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോൻ്റെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സൈറ്റ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഇതുപോലെ സ്കാൻ ചെയ്ത് കൊണ്ടുവരാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത് സ്കാൻ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇതിൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഐപാഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഫോൺ എന്ത് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്യുക. അപ്പോഴാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഞാൻ പുതിയ വാങ്ങിയത് ഐപാഡിൻ്റെ പ്രോ M1 ചിപ്പാണ്. അപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് എൻഗ്രേവിങ് എല്ലാം വരുന്നുണ്ട്. ഒരുപാട് ഉപകാരപ്പെട്ട എനിക്ക് തോന്നുന്നത് നമ്മൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു ഐപാഡ് മസ്റ്റാണ്. നിങ്ങൾ ഐഫോൺ എടുക്കുന്നതിന് പകരം ഐപാഡിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ അതുപോലെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഒബ്ജക്റ്റ്, നിങ്ങളുടെ ഒരു ഏരിയ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുക, ഓരോ പാർട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഓരോ ഒബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് സ്കാൻ ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇതുപോലെ സ്കാൻ ചെയ്തതിന് ശേഷം, ഇപ്പം ഇത് സൈറ്റ് സ്കാൻ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇത് സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ പ്രിവ്യൂ ചെയ്യാം, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പ്രിവ്യൂ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആർക്കിടെക്ട് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ആർക്കിടെക്ട്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു ആപ്പാണ് സൈറ്റ് സ്കാന്. ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫയലിനെ നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PLY അല്ലെങ്കിൽ E57 ഈ 2 ഫോർമാറ്റിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് 3D സ്കാനർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 ഓപ്ഷൻ, ലോ റെസിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 3D മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ റെസിലിട്ട് സ്കാൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കാണാം മാക്സിമം ഡെപ്ത്ത് റെസൊല്യൂഷൻ. അപ്പോൾ ഈ റെസൊല്യൂഷനൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ 5mm ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം ഡെപ്ത്തൊക്കെ എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ വീഡിയോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാനിങ് തുടരുന്നതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സൈറ്റിനെ എന്ത് ചെയ്യാം, സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ക്യാപ്ചർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ വേറെ പ്രത്യേകത ഒരു ടെക്സ്ചേഴ്സും കൂടെ എന്ത് ചെയ്യും, നമുക്ക് തരുന്നതാണ്. അപ്പം ഇവിടെ ഒരു കോളിൻ്റെ ഒരു ബോട്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു ബോട്ടിലൊക്കെ ആ ടെക്സ്ചേഴ്സൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് അവർ എടുത്തത് ഫൈനൽ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഈ സ്കാൻ ചെയ്തതിന് ശേഷം ഇത് പ്രോസസ്സ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്മൂത്തിങ്, അത് സിംപ്ലിഫൈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ഒബ്ജക്റ്റിനെ അവർ ഒന്നുകൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് തരും. അപ്പോൾ ഈ പ്രോസസ്സിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ അവൈലബിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ സൂം ചെയ്ത് അതല്ല നേരത്തെ പറഞ്ഞ ആ ഒരു ബുക്കിൻ്റെ ടെക്സ്റ്റേഴ്സ്, ബുക്ക് കവറും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൊക്കക്കോളിൻ്റെ ബോട്ടിലിൻ്റെ ടെക്സ്റ്റേഴ്സ് ഒന്ന് കാണിച്ചു തരാം. എനിക്കിവിടെ കാണാവുന്നതാണ് ഈ ഒരു ഭാഗത്ത് അല്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സ് തന്നെ ഇവർ ക്യാപ്ചർ ചെയ്യുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേജർ അപ്ഡേറ്റ്സ് ആണ് ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് ഈ ലൈഡർ സ്കാനിങ്. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ ഒരുപാട് പ്രിവ്യൂ അവൈലബിൾ ആണ്, ഹീറ്റ് സെൻസർ അങ്ങനെ എല്ലാം. ഇതിൻ്റെ വേറെ ഇമ്പോർട്ടൻ്റ്, ഇത് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതിൽ തന്നെ എക്സ്പോർട്ടിൽ നിങ്ങൾക്ക് OBJ, FBX, STL അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത.
അത്രയും എക്സ്പോർട്ടിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി വരുന്നത് ക്യാൻവാസ്. ഇതൊരു പ്രീമിയം ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് സ്കാൻ ചെയ്ത് വെച്ചൊരു ആപ്പാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഈ ക്യാൻവാസ് ഉപയോഗിക്കണമെന്ന് ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഇതിൽ പ്രോസസ്സിങ് ചെയ്യാൻ ഇവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ, ഒരു ഏകദേശം ഒരു $3 ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ടിൽ വരുന്ന ഓപ്ഷൻസ് എല്ലാം ഓരോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാം അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആപ്പ് സ്റ്റോർ ചെക്ക് ചെയ്യുക. ഓരോ ദിവസം LiDAR സ്കാനിങ് വെച്ചിട്ട് ഒരുപാട് ആപ്പ് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ LiDAR സ്കാനിങ് എങ്ങനെ ഒരു 3D ആർട്ടിസ്റ്റിന് ഒരു 3D വർക്ക് ഫ്ലോയിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ് പറയുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.